ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്ന് ഞാനൊരു വ്ളോഗായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. ഒരു ആനിവേഴ്സറി സെലിബ്രേഷൻ്റെ ഒരു വ്ളോഗാണ് കേട്ടോ. വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വെൽക്കം ടു ജസ്ലാസ് കിച്ചൺ. ഫെബ്രുവരി 14 വാലൻറ്റൈൻസ് ഡേ അന്നാണ് ഉമ്മാടെയും ഉപ്പാടെയും വെഡിങ് ആനിവേഴ്സറി. കഴിഞ്ഞ ആനിവേഴ്സറി വ്ളോഗ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ UAE വെച്ചിട്ടാണ് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത്തവണ നമ്മൾ നാട്ടിലാണുള്ളത്. അപ്പോൾ ഉമ്മാക്കും ഉപ്പാക്കും എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിക്കാമെന്ന് കരുതിയിട്ട് ഞാനും ഹസ്ബൻഡും കൂടി ഇറങ്ങിയിട്ടുണ്ട്. ആദ്യം നമ്മൾ തിരൂരുള്ള ഫാമിലിയിലാണ് പോയി നോക്കിയിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് എനിക്ക് അങ്ങനെയൊന്നും ഇഷ്ടപ്പെടാത്തതുകൊണ്ട് തിരൂരുള്ള എക്സ്പ്രസ് മാളിലുള്ള സോൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പുണ്ട്. അവിടെ നിന്നാണ് പിന്നെ ഉമ്മാക്ക് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ വന്ന് നോക്കിയപ്പോൾ കാണുന്ന ഡ്രസ്സല്ലേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതിൽ നിന്ന് ഒരെണ്ണം ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതങ്ങനെയാണല്ലോ, നമ്മൾ വേറെ ആർക്കെങ്കിലും എടുക്കാൻ പോകുമ്പോൾ അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് ഡ്രസ്സുകൾ കാണും. നമുക്ക് എടുക്കാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്നും നമുക്ക് പറ്റുകയും ചെയ്യില്ല. അങ്ങനെ ഞാൻ ഈ ഒരു 2 പീസ് കുർത്ത സെറ്റ് എടുത്തു. ഉമ്മാൻ്റെ ഡ്രസ്സ് അവിടെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ഒരു എക്സ്പ്രസ് മാളിൽ വെച്ചിട്ട് ഞാൻ അൺഎക്സ്പെക്റ്റഡായിട്ട് ജഷീലിനെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്പെഷ്യലാണ്. അപ്പോൾ ഞങ്ങൾ അതിങ്ങനെ പറഞ്ഞുകൊണ്ട് വരികയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉപ്പാക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്നാണ് ഉപ്പാക്ക് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഫെബ്രുവരി 14 ആനിവേഴ്സറി എങ്കിലും നമ്മൾ 16 ആയിരുന്നു സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം എല്ലാവർക്കും വരാൻ വേണ്ടിയിട്ട് ഞായറാഴ്ചകൾക്ക് വെച്ചതായിരുന്നു. പിന്നെ അതുമാത്രമല്ല, അന്ന് ഉച്ചയ്ക്ക് നമ്മൾ മൂത്താപ്പാടെ വീട്ടിലും ഒരു വിരുന്നുണ്ടായിരുന്നു. അങ്ങനെ അതാ നമ്മുടെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാനൊരു ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു ഉമ്മാക്ക് ചെരുപ്പ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ഈ ഒരു ചെരുപ്പാട്ടം എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു ചെരുപ്പ് എനിക്കിഷ്ടമായി. പക്ഷേ എൻ്റെ അടുത്ത് ഇങ്ങനത്തെ കുറേ ചെരുപ്പുകൾ ഇപ്പോൾ ഉണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ എടുത്തില്ല. ഇത് നമ്മൾ ഞായറാഴ്ച എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ പരിപാടിക്ക് പോയോണ്ടിരിക്കുകയാണ്. അപ്പോൾ ശനിയാഴ്ച രാത്രിയായിരുന്നു നമ്മൾ പർച്ചേസിങ്ങിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അത് നമ്മൾ മൂത്താപ്പാടെ വീട്ടിലോട്ട് പോകേണ്ടിയിരിക്കുകയാണ്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ മൂത്താപ്പാടെ വീട്. അപ്പോൾ നമ്മുടെ ഫാമിലിയിൽ പുതുതായിട്ട് കല്യാണം കഴിഞ്ഞിട്ടുള്ള അഫിനെയും വൈഫിനെയും പിന്നെ ഞങ്ങളെയും കൂടെയൊക്കെ മെയിനായിട്ട് വിരുന്നിന് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പോകുന്ന വഴിയിൽ കരിമ്പ് ജ്യൂസ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ദാഹവും ക്ഷീണവും. അപ്പോൾ അവിടുന്ന് നമ്മളൊരു കരിമ്പ് ജ്യൂസ് കുടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് കരിമ്പ് ജ്യൂസ് ഭയങ്കര ഇഷ്ടമാണ്. അത് എത്തുമ്പോഴപ്പം എനിക്ക് പ്രത്യേക ഒരു ക്ഷീണം വരാറുണ്ട്. അങ്ങനെ അതാ നമ്മൾ മൂത്താപ്പാടെ വീട്ടിലെത്തി. അവിടെ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഒരു അര ഗ്ലാസ് മുന്തിരി ജ്യൂസും കുടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കസിൻസിനോടൊക്കെ കുറച്ച് നേരം കത്തിയൊക്കെ വെച്ചതിന് ശേഷം ഇതാ നമ്മൾ അടുത്തതായിട്ട് ഫുഡ് അടിക്കൽ പരിപാടിയിലേക്കാണ് പോകുന്നത്. ഓരോ തിരക്കിൽ പെട്ട് വീഡിയോസൊന്നും എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടാത്തതുകൊണ്ടാണ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാൻ വളരെയധികം ലേറ്റ് ആവുന്നത്. ഇനിയിപ്പോൾ അഥവാ സമയം കിട്ടിയാൽ തന്നെ ആ ഒരു സമയത്ത് മൂഡും ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ അത് പിന്നെ ഇങ്ങനെ ലേറ്റായി പോകുന്നതാണ്. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഫുഡൊക്കെ കഴിക്കുകയാണ്. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം വൈകിട്ട് നമ്മളെ വീട്ടിൽ ഫംഗ്ഷനാണ്. അപ്പോൾ ഗസ്റ്റുകളൊക്കെ വരുന്നതിന് മുമ്പായിട്ട് ഞാൻ വാങ്ങി കൊടുത്തിട്ടുള്ള ഗിഫ്റ്റൊക്കെ ചെറുതായിട്ടൊന്ന് പാക്ക് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഉമ്മ കാണാതെ റൂമിൽ സാധനങ്ങളൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചായിട്ട് ഉമ്മാക്ക് കമ്മലുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരു കമ്മൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ കണ്ണെഴുതാൻ അമ്മക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഒരു കാജൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ജഷീൽ ഇവിടെ ഭയങ്കര ഉറക്കിലാണ്, ബിരിയാണിയൊക്കെ കഴിച്ച ക്ഷീണത്തിൽ. അപ്പോഴേക്കും നമ്മൾ ഗസ്റ്റുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതാ കുട്ടികളൊക്കെ ഊഞ്ഞാലിൽ ആടിക്കൊണ്ടിരിക്കുകയാണ്. പുറത്തൊന്നും ആരുമില്ല കേട്ടോ. ഗസ്റ്റുകൾ എന്നൊക്കെ പറയുമ്പോൾ കുറേ ആൾക്കാരുണ്ടെന്ന് വിചാരിക്കും. നമ്മളെ വീട്ടിലെ കുറച്ച് ആളുകൾ തന്നെ, ഉമ്മാടെ വീട്ടിലത്തെ ഉമ്മാടെ ഏട്ടത്തി അനിയത്തിമാർ മക്കൾ, അതുപോലെ തന്നെ ഉപ്പാടെ ഫാമിലിയിൽ നിന്നും കസിൻസും മൂത്തന്മാർ, അങ്ങനെ കുറച്ച് ആളുകൾ തന്നെ ഉള്ളൂ. വെൽക്കം ഡ്രിങ്ക് ആയിട്ട് ഇതവിടെ ഇളനീർ ജ്യൂസ് തയ്യാറായിട്ടുണ്ട്. ഇതെല്ലാവരും വന്ന് നല്ല സംസാരത്തിലാണ്. പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുറത്ത് തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അകത്താകുമ്പോൾ പിന്നെ അത് ക്ലീൻ ചെയ്യാനൊക്കെ ഒരുപാട് പണിയായിരിക്കും. പിന്നെ അതുപോലെ തന്നെ പെട്ടെന്ന് പരിപാടി ഫുഡ് കഴിച്ച് എല്ലാവർക്കും വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ പുറത്ത് തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുട്ടിപ്പട്ടാളങ്ങളെല്ലാവരും TVൻ്റെ മുന്നിലാണ് ഇരിക്കുന്നത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ വരുമ്പോഴാണ് നമ്മളെ വീട്ടിൽ TV തന്നെ ഓൺ ചെയ്യാറുള്ളത്. അല്ലാതെ ഇപ്പോൾ കാണാൻ ആരുമില്ല. പിന്നെ വീട്ടിൽ നമ്മൾ ബീഫ് കറി വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി സാധനങ്ങളൊക്കെ നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വൈകിട്ട് ഒരു 5:30 സമയത്ത് തന്നെ കേക്ക് മുറിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് എല്ലാവരും കൂടി വരുന്ന സമയത്ത് ഭയങ്കര തിരക്കാവുമെന്ന് കരുതിയിട്ട്. അപ്പോൾ ഇതാണ് കേട്ടോ കേക്ക്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടാണ് ഈ ഒരു കേക്ക് എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നത്. ബട്ടർ സ്കോച്ചിൻ്റെ കേക്കാണ്. നല്ല ടേസ്റ്റുള്ള ഒരു കേക്കായിരുന്നു. കഴിച്ചവരെല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുപോലെ നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവളെ കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിക്കാറുള്ളത്. തനിമ ബേക്സ് എന്നാണ് അവളുടെ പേജിൻ്റെ പേര്. നമ്മൾ പുറത്തുനിന്ന് കേക്ക് വാങ്ങിക്കുമ്പോൾ ഭയങ്കര മധുരമായിരിക്കും. അതുപോലെ തന്നെ കളറും ക്രീമായിട്ട് കഴിക്കാൻ തന്നെ നമുക്ക് കേക്ക് പറ്റില്ല. അപ്പോൾ ഞങ്ങളോട് അതൊക്കെ ഞാൻ കണ്ടീഷൻസായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവൾ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ കൂടെ +2 പഠിച്ച ഫ്രണ്ടായിരുന്നു, സുമയ്യ എന്നാണ് പേര്. അപ്പോൾ താങ്ക് യു സുമി. ഈ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് എൽഹിം ബേബിനെ നന്നായിട്ട് തന്നെ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവൾക്ക് ഈ കേക്ക് കട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ജാഫൂനെയും അജുവിനെയും നസ്രീനെയും നാഫിനെയും ഒക്കെ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒന്നും കൂടി ഉഷാറാവുമായിരുന്നു.
അടുത്തതായിട്ട് ഗിഫ്റ്റ് കൊടുക്കൽ പരിപാടീസാണ്. അപ്പോൾ അതാ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഗിഫ്റ്റൊക്കെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സംഭവം ഇത് നമ്മുടെ അഫിനെയും വൈഫിനെയും വിരുന്ന് വിളിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കൂട്ടത്തിൽ നമ്മൾ ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്തതും കൂടിയാണ്. പിന്നെ എല്ലാ ആനിവേഴ്സറിക്കും നാട്ടിലുള്ള സമയത്താണെങ്കിൽ ഞാൻ ഇതുപോലെ ഗിഫ്റ്റൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ അവർക്കും ഒരു സന്തോഷമാണ്. അങ്ങനെ എല്ലാവരും ഗിഫ്റ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളിതൊക്കെ അൺബോക്സ് ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. അതിനിടയിൽ അസിതാത്ത വലിയൊരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ പറഞ്ഞു, നിങ്ങളെ ഗിഫ്റ്റാണ് ഇതിൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്, നമ്മളെ ഗിഫ്റ്റൊക്കെ ചെറുതായി പോയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഉപ്പ കൊടുത്തിട്ടുള്ള ഒരു ഗിഫ്റ്റായിരുന്നു. അത് ഐശുവിനെ കൊണ്ടാണ് കൊടുപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഉപ്പയുടെ ഗിഫ്റ്റാണെന്ന് ആർക്കും അറിയില്ലായിരുന്നു. പിന്നെ അത് പൊട്ടിച്ച് നോക്കിയ സമയത്താണ് അത് ഉപ്പ വാങ്ങിച്ചാന്നുള്ളത് മനസ്സിലായത്. അപ്പോൾ ഒരു നെക്ലേസ് ആയിരുന്നു ഉമ്മാക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ശരിക്കും ഉമ്മാക്കൊരു സർപ്രൈസ് തന്നെ ആയിരുന്നു. കാരണം അത് ഉപ്പ എപ്പോൾ വാങ്ങിച്ചു കൊടുന്നു, എങ്ങനെ ഇത് കൊടുന്നതൊന്നും ഉമ്മ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഉപ്പ തന്നെ ഇത് അവിടെ ഇരുന്ന് പാക്ക് ചെയ്തതാണെന്നൊക്കെ പറഞ്ഞ്, കല്യാണത്തിൻ്റെ അന്ന് നല്ലപോലെ മഹർ കെട്ടി കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇത് കെട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സാധാരണ ഇങ്ങനെ മഹർ കെട്ടുമ്പോൾ പെങ്ങന്മാർ വന്നിട്ടാണ് ഇത് ബാക്കിൽ നിന്ന് കെട്ടിക്കൊടുക്കൽ. അപ്പോൾ അമ്മായിനെ തന്നെ അതിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്ന ഫോട്ടോ ഫ്രെയിമാണ്. ഞങ്ങളെ കല്യാണത്തിൻ്റെ സമയത്ത് എല്ലാവരും കൂടി ഇതുപോലെ ഒരു ഫാമിലി പിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഫോട്ടോ ആണ് ഞാൻ ഫ്രെയിം ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ ഇനി ഒരു ഫോട്ടോ എടുക്കൽ ഉടനെ ഉണ്ടാകുമെന്നൊന്നും അറിയില്ല. കാരണം ഒരാൾ വരുന്ന സമയത്ത് ഒരാൾ ഉണ്ടാകില്ല. അപ്പോൾ ഈ ഒരു ഫോട്ടോ അങ്ങനെ ഫ്രെയിം ചെയ്ത് കൊടുത്തതായിരുന്നു. അങ്ങനെ എല്ലാവരും കൊടുത്തിട്ടുള്ള ഗിഫ്റ്റുകളൊക്കെ ഇങ്ങനെ തുറന്നു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അസിതാത്താൻ്റെ ഗിഫ്റ്റാണ് ഇതിൽ മെയിനായിട്ട് എല്ലാവരും തുറന്നു നോക്കുന്നത്. എന്താ സംഭവം എന്ന് അറിയാത്തതുകൊണ്ട്. അത് മറ്റൊന്നുമല്ല, ഉമ്മാക്ക് ചെടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അസിതാത്ത ഒരു ആന്തോറിയത്തിൻ്റെ ഒരു തൈയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈ സംഭവം എന്താ വെച്ചാൽ ഈ ബാക്കി ഡ്രസ്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടും ഉമ്മാക്ക് ഇത് മാത്രമാണ് ഇഷ്ടമായിട്ടുണ്ടായിരുന്നത്. ബാക്കി ഗിഫ്റ്റൊന്നും ഉമ്മ എടുത്ത് വെക്കാതെ ഉമ്മ വേഗം കൊണ്ടുപോയിട്ട് ഉമ്മയുടെ ചെടി കൊണ്ടുപോയി സേഫായി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എല്ലാവരും മരുമിൻസ്കാരൊക്കെ കഴിഞ്ഞ് ഓതുന്നൊക്കെ തിരക്കിലാണ്. ഇതെൻ്റെ ഉമ്മയുടെ ഉപ്പയാണ് ഇത്. അപ്പോൾ ജഷീലും വല്ലിപ്പയും കൂടി ഇവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്കി ടീംസൊക്കെ മഗ്‌രിബ് കഴിഞ്ഞതിന് ശേഷമാണ് വന്നിട്ടുള്ളത്. അങ്ങനെ എല്ലാവരും എത്തി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കറക്റ്റ് ഒരു 8 മണിയായ സമയത്ത് തന്നെ ഫുഡൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും തിരിച്ചു പോകാനുള്ളതാണ്. പിറ്റേ ദിവസം കുട്ടികൾക്കൊക്കെ ക്ലാസ് ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പരിപാടിയൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാത്രിയേക്ക് നമ്മൾ ചിക്കൻ ബിരിയാണിയും അതുപോലെ തന്നെ അൽഫാം മന്തിയൊക്കെ ആയിരുന്നു ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പൊറാട്ടയും ബീഫൊക്കെ ഉണ്ടായിരുന്നു. ഉച്ചയ്ക്കും ബിരിയാണി, രാത്രിയും ബിരിയാണി. ആ ഒരു സെക്ഷനിക്ക് നോക്കുമ്പോൾ തന്നെ എന്തോ പോലെയായിരുന്നു. പക്ഷേ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലേ, വിശക്കുമ്പോൾ പിന്നെ കഴിക്കണമല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ കഴിക്കാനിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പ്രീവിയസ് വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് വീണ്ടും വീഡിയോസൊക്കെ ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടാകുള്ളൂ. പുതിയൊരു വീഡിയോയുമായി പിന്നീട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.